3200 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നൈലിൻ്റെ തീരത്ത് കഠിനാധ്വാനം ചെയ്യുന്ന ഒരു കൂട്ടം മനുഷ്യരാൽ അള്ളാഹു സൃഷ്ടിച്ചെടുത്ത സമൂഹത്തിൽ നടന്ന ഒരു സംഭവ കഥ ഞാനിവിടെ പറയാം. ഒരു ദിവസം രാജാവ് തൻ്റെ മന്ത്രിമാരോട് രാജ്യഭരണത്തെക്കുറിച്ചും നികുതി പിരിവിനെക്കുറിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കെ തൻ്റെ ഇഷ്ടത്തോഴനായ ജ്യോത്സ്യൻ ഓടിക്കിതച്ചു വന്ന് തനിക്ക് രാജാവിനെ ഒരു കാര്യം ബോധിപ്പിക്കാനുണ്ടെന്ന് അറിയിച്ചു. അദ്ദേഹം ഒറ്റ ശ്വാസത്തിൽ ഇങ്ങനെ പറഞ്ഞു, പഴയ ഈജിപ്തിലെ രാജാവായ യൂസുഫിൻ്റെ തലമുറയിൽപ്പെട്ട ഏതോ ഒരാൺകുട്ടി വളർന്നു വലുതായാൽ നിങ്ങളെ വധിക്കും. ഇതും പറഞ്ഞ് അദ്ദേഹം തിരിഞ്ഞു ഓടി മറഞ്ഞു. പരിഭ്രാന്തനായ ഫിറഔൻ രാജാവ് തൻ്റെ പട്ടാള മേധാവികളോട് രാജസദസ്സിൽ ഹാജരാകാൻ ഉത്തരവിട്ടു. ഹേയ് മേധാവികളെ, ഈ നാട്ടിൽ ജനിക്കുന്ന ഇസ്രായേൽ കുടുംബത്തിലെ എല്ലാ ആൺകുഞ്ഞുങ്ങളെയും നിങ്ങൾ ഉടൻ വധിച്ചു കളയണം. ഉത്തരവ് പ്രഭു, രാജകൽപ്പന ഞങ്ങൾ നടപ്പാക്കാം. ഈ സമയത്താണ് നൈലിൻ്റെ തീരത്ത് കൊച്ചു കുടിലിൽ താമസിക്കുന്ന ഗർഭിണിയായ അമ്മ സുന്ദരനായ ഒരു കൊച്ചു കുഞ്ഞിനെ പ്രസവിക്കുന്നത്. അവനവർ പാല് കൊടുത്ത് താരാട്ട് പാടിക്കൊണ്ടിരിക്കെയാണ് പുറത്ത് പട്ടാളക്കാരുടെ ബൂട്ടിൻ്റെ ശബ്ദം കേൾക്കുന്നത്. വാതിൽ തുറക്ക്, വാതിൽ തുറക്ക്. ഈ സമയം തൻ്റെ വീടിൻ്റെ അടുക്കളയിലെ ധാന്യപ്പെട്ടിയിൽ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ കിടത്തി അമ്മ വാതിൽ പതുക്കെ തുറന്നു. പട്ടാളക്കാർ വീടാകെ തപ്പിത്തിരഞ്ഞു. അവർക്കൊന്നും കണ്ടെത്താനാകാതെ മടങ്ങി. ഇനി എൻ്റെ മകനെ എനിക്ക് സുരക്ഷിതമായി വളർത്താൻ കഴിയില്ല എന്ന് ബോധ്യമായപ്പോൾ ഉമ്മ നല്ല മനോഹരമായ, ഉള്ളിൽ ഒട്ടും വെള്ളം കിടക്കാത്ത ഒരു പേടകം നിർമ്മിച്ചു. എന്നിട്ട് ആ പട്ട് മെത്ത വിരിച്ച്, നല്ല പുതപ്പ് വിരിച്ച് തൻ്റെ കുഞ്ഞിനെ പേടകത്തിലാക്കി നൈലിൻ്റെ കൈവഴിയിലൂടെ ഒഴുക്കി വിട്ടു. ഇതൊന്നും ഉമ്മ സ്വന്തം ഇഷ്ടം കൊണ്ട് ചെയ്തതല്ല കേട്ടോ. അള്ളാഹു ആ ഉമ്മയെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചതാണ്. അങ്ങനെ ആ പെട്ടി ഒഴുകി ഒഴുകി നൈൽ നദിയിലൂടെ താഴേക്ക് വന്നു. അതാ തോഴിമാരെ, അങ്ങോട്ട് നോക്കിക്കേ, ഏതോ ഒരു ചുവന്ന പെട്ടിയല്ലേ ഒഴുകി വരുന്നത്. അതിൽ നിന്നാണോ ആ കൊച്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നത്? അതേ രാജ്ഞി, എന്നാൽ പെട്ടി നീന്തി ചെന്ന് പെട്ടെന്ന് കൊണ്ടുവരൂ. പെട്ടി കണ്ട രാജ്ഞി അത്ഭുതപ്പെട്ടു. അള്ളാഹു എനിക്ക് തന്ന സമ്മാനമാണിത്. ഞാൻ എത്രയോ വർഷമായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു എനിക്കൊരു കുഞ്ഞിനെ തരാൻ. ഇപ്പോൾ എനിക്കായി ഇതാ ഒരു കുഞ്ഞിനെ നൽകിയിരിക്കുന്നു. കുഞ്ഞിനെ കിട്ടിയ സന്തോഷത്താൽ തുള്ളിച്ചാടി കൊട്ടാരത്തിലെത്തിയ രാജ്ഞിയും തോഴിമാരും രാജാവിനെ ഈ വിവരം ധരിച്ചു. തുടക്കത്തിൽ ഫിറൗൻ രാജാവ് ഇതിനെ വളർത്തുന്നതിന് എതിർപ്പ് പറഞ്ഞു. രാജ്ഞിയുടെ വാശിക്ക് മുന്നിൽ അവസാനം ഫിറൗൻ കീഴടങ്ങി. പിന്നെയല്ലേ പ്രശ്നങ്ങളുടെ തുടക്കം. കുട്ടി ഒന്നും കഴിക്കുന്നില്ല. ആര് പാല് കൊടുത്താലും കുട്ടി കുടിക്കുന്നുമില്ല. സഹികെട്ട രാജാവ് ഉത്തരവിറക്കി തൻ്റെ വളർത്തുപുത്രന് മുലപ്പാല് നൽകാൻ തയ്യാറുള്ളവർ രാജകൊട്ടാരത്തിൽ എത്രയും പെട്ടെന്ന് എത്തണം. ഈ വാർത്ത പേടകത്തിൽ കുഞ്ഞിനെ ഒഴുക്കിയ ആ അമ്മയും കേട്ടു. അമ്മ കൊട്ടാരത്തിലേക്ക് ഓടി കുഞ്ഞിനെ കണ്ടു. സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യ. തൻ്റെ കുഞ്ഞല്ലേ ഇത്. പക്ഷേ ആ അമ്മ ഒന്നും അറിഞ്ഞതുപോലെ ഭാവിച്ചില്ല. കുഞ്ഞിന് പാല് കൊടുക്കാൻ ശ്രമിച്ചു. കുട്ടി നന്നായി കുടിച്ച് സന്തോഷം പ്രകടിപ്പിച്ചു. അപ്പോഴാണ് രാജ്ഞിക്ക് ആശ്വാസമായത്. ഹൗ, ഇനി നിങ്ങൾ എങ്ങോട്ടും പോകരുത്. ഈ കുഞ്ഞിനെ സംരക്ഷിച്ച് നിങ്ങൾക്ക് ഈ കൊട്ടാരത്തിൽ കഴിയാം. ഇത് കേട്ട അമ്മ എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞു. ഉള്ളിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നുണ്ട്. എന്നാൽ ഒന്നും പുറത്ത് പ്രകടിപ്പിച്ചില്ല. കൂട്ടുകാർക്കറിയുമോ ഞാൻ ആരുടെ ജനനകഥയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നതെന്ന്? ആ കുഞ്ഞു മോനാണ് പിന്നീട് ഈജിപ്തിൻ്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ച മൂസാ നബിയും. അവരുടെ വളർത്തമ്മയായി ഖുർആൻ പരിചയപ്പെടുന്ന വനിതയായ ആസിയ ബീവിയും. ബാക്കിയുള്ള ജനങ്ങൾക്ക് ഇപ്പോഴും ദൃഷ്ടാന്തമായ ഫിർഔനാണ് ഇതിലെ രാജാവ്.